വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബോസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ +2 സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾക്ക് ബാധിക്കുന്ന മനുഷ്യർക്ക് ബാധിക്കുന്ന കുറെ അസുഖങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോസ്റ്റ് ഡ്രെഡഡ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യാൻസർ എന്ന അസുഖത്തെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, ലോകത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാൻസർ എന്താണ്, ക്യാൻസർ എങ്ങനെയാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാവുന്നത്, അതുപോലെ എന്തുകൊണ്ട് ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും, അത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ക്യാൻസറിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നമ്മൾ ഈ സെഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്യാൻസർ നോക്കൂ, ഇത് ക്യാൻസർ കോസിങ് ട്യൂമർ ഒക്കെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്യൂമർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്യാൻസറിന് കാരണമാവുന്ന ട്യൂമറിന്റെ ഡയഗ്രാം ഒക്കെയാണ് ഈ പിക്ചറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്താണ് ക്യാൻസർ എന്ന് നമുക്ക് നോക്കാം. ക്യാൻസർ എന്താണെന്നറിയാമോ? ദ ഡിസീസ് കോസ്ഡ് ബൈ ആൻ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് അബ്നോർമൽ സെൽസ് ഇൻ എ പാർട്ട് ഓഫ് ബോഡി. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ടല്ലേ. അപ്പൊ ആ സെല്ലുകൾ, നമുക്കറിയാം സെല്ലുകൾക്ക് ഡിവിഷൻ നടക്കും എന്നറിയാം അല്ലെ. സെല്ലുകൾ ഡിവൈഡ് ചെയ്യും, മോർ സെൽസ് ഒക്കെ, പുതിയ പുതിയ സെല്ലുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പൊ എന്ത് പറ്റും, പക്ഷെ ആ സെൽ ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നോർമലി ഒരാളുടെ ബോഡിയിൽ ഈ സെൽ ഡിവിഷൻ ഒക്കെ കൺട്രോൾഡ് ഡിവിഷനാണ് നടക്കുക. നമ്മുടെ ബോഡിക്ക് തന്നെ അല്ലെങ്കിൽ ബോഡി തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള സെല്ലുകൾ മാത്രമാണ് ഡിവൈഡ് ചെയ്ത് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ക്യാൻസറിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെൽ ഡിവിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ മോർ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് അബ്നോർമൽ സെൽസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അസുഖത്തിന് വിളിക്കുന്ന പേരാണ് ക്യാൻസർ. ഓക്കെ, ക്യാൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ക്യാൻസർ എന്നുള്ള ആ ഒരു ഡിസീസ് നമ്മൾ ട്യൂമർ എന്നൊക്കെ ഉള്ളൊരു ഒരു പേരൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ട്യൂമർ അല്ലെങ്കിൽ മുഴ എന്നൊക്കെ പറയും. അപ്പൊ ഒരു ട്യൂമർ ഫോം ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഫോം ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? സെല്ലുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് അവരുടെ ഡിവിഷൻ നടക്കുകയും അത് വലിയൊരു മുഴയായിട്ട് അല്ലെങ്കിൽ ട്യൂമറായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാൻസർ സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കോണ്ടാക്ട് ഇൻഹിബിഷൻ അതായത് നമ്മുടെ ബോഡിയിലുള്ള നോർമൽ സെൽസിനുള്ള ഒരു പ്രത്യേകതയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നോക്കൂ, കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ, ഞാൻ ഈ വരയ്ക്കുന്നത് നമ്മുടെ ബോഡിയിലെ സെല്ലുകളാണേ. ഇതാണ് നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ എന്ന് വിചാരിക്കുക. ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അടുക്കി സെല്ലുകൾ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സെല്ലുകളുടെ പ്രത്യേകത എന്താ? ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺജസ്റ്റഡ് ആയിട്ട് കൃത്യമായിട്ട് അതേ പൊസിഷനിൽ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടികയൊക്കെ ബ്രിക്സ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കൂലേ, അതുപോലെ തന്നെ ഓർഡറിൽ ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്താണെന്നറിയാമോ? ഈ സെല്ലുകൾ അൺകൺട്രോൾഡ് ആയിട്ട് ഇവരിനെ ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഇവർക്ക് ഡിവിഷൻ ഒന്നും നടക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്കുള്ള ഒരു പ്രയോജനമാണ് നമ്മൾ ഈ ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സെല്ലുകൾ ഇങ്ങനെ ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എല്ലാ സെല്ലുകളുണ്ട്. അപ്പൊ ഈ സെല്ലുകളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ഷൻ ഉണ്ട്. ഇതിനിടയിൽ ഗ്യാപ്പോ അല്ലെങ്കിൽ സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും കോണ്ടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെല്ലുകൾക്ക് തമ്മിൽ അഡീഷണൽ ആയിട്ട് സെല്ലുകൾക്ക് ഡിവിഷൻ നടക്കുകയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിവിഷൻ നടക്കുകയോ ഗ്രോത്ത് നടക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതിനുള്ള ഒരു പ്രത്യേകതയാണ് ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ നോർമൽ സെല്ല്. നമ്മുടെ നോർമൽ സെല്ലിന്റെ പ്രത്യേകതയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി ദ സെൽസ് ഇൻഹിബിറ്റ് ദിയർ അൺകൺട്രോൾഡ് ഗ്രോത്ത്. ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് സെൽസിന് അവരുടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് അവർക്ക് തടയാൻ സാധിക്കും. ഇതാണ് കോണ്ടാക്ട് ഇൻഹിബിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമുക്ക് കയ്യിലോ എവിടെയെങ്കിലും നമ്മളൊന്ന് മുറിഞ്ഞു, എവിടെയെങ്കിലും പോയി തട്ടി വീണു എന്ന് വിചാരിക്കുക, മുറിവ് സംഭവിച്ചു. അപ്പൊ മുറിവ് സംഭവിക്കുമ്പോൾ എന്തായിരിക്കും പറ്റുക? നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. നോക്കൂ, ഇവിടെ ഒരു സെല്ലല്ലായിരുന്നു ഇത്,
ഇതൊരു സെല്ലല്ലായിരുന്നോ? മുറിവ് സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ കൈയുടെ ഇവിടെ മുറിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ മുറിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ മുറിഞ്ഞു, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വൂണ്ടുണ്ടായി വിചാരിക്കുക. എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? അവിടെയുള്ള സെല്ല് ബ്രേക്ക് ആയി പോയി എന്നല്ലേ? അവിടെയുള്ള സെല്ല് മുറിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ സെല്ലിന് ഡാമേജ് സംഭവിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്പേസ് ഗ്യാപ്പ് വന്നില്ലേ? അപ്പോ ആ ഗ്യാപ്പ് വന്ന സ്ഥലത്ത് ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു സെല്ല് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ആയി പോയി, അവിടെ ഒരു ഗ്യാപ്പ് കിടക്കുക. അപ്പോ ആ ഗ്യാപ്പ് കിടക്കുമ്പോൾ എന്ത് പറ്റുന്ന അറിയാമോ? ഈ അടുത്തിരിക്കുന്ന ഈ രണ്ട് സെല്ലുകൾ എന്ത് ചെയ്യും? ഇവന്മാര് സെല്ലുകൾ ഡിവൈഡ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ സെല്ലുകൾ ഡിവൈഡ് ചെയ്യും. ഉണ്ടോ? അങ്ങനെ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ഗ്യാപ്പില് പുതിയ സെല്ല് ഫോം ചെയ്യും. ഉണ്ടോ? ഇതെന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന എന്താ? ഒരു പുതിയ സെല്ല് ഫോം ചെയ്യുക. ഇവിടുന്നും സെല്ല്, ഈ സെല്ലും ഡിവിഷൻ നടക്കും, ഈ സെല്ലിനും ഡിവിഷൻ നടക്കും. അങ്ങനെ ഡിവിഷൻ നടന്നിട്ട് എന്ത് സംഭവിച്ചു? കണ്ടോ? ഡിവിഷൻ നടന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ പുതിയ സെല്ലുകൾ വന്നു. അപ്പൊ ഇവിടെ നിന്നുള്ള സെല്ല് ഡിവൈഡ് ചെയ്ത് ഇവിടെ പുതിയ സെല്ലും, ഇവിടെ നിന്നുള്ള പുതിയ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇവിടെ പുതിയ സെല്ലും ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത്ര മാത്രമേ ഇവിടെ ഡിവിഷൻ നടക്കത്തുള്ളൂ. അപ്പോ ആ ഗ്യാപ്പില് ഉണ്ടോ, നോർമലി ആ സെല്ലിരുന്ന ഉണ്ടോ, ആ ഗ്യാപ്പില് പുതിയ സെല്ല് വരികയും ചെയ്തു, ന്യൂ സെല്ല് വരികയും ചെയ്തു. ഇത് നമ്മുടെ നോർമൽ സെൽസിനുള്ള പ്രത്യേകതയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നോർമലി സെൽ ഡിവിഷൻ നടന്ന് ഇങ്ങനെയാണ് സെൽ ഡിവിഷൻ നടക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോഡിയിലെ നോർമൽ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നോർമൽ ആയിട്ടുള്ള ഡിവിഷൻ നടക്കാൻ കാരണം എന്തുകൊണ്ടാണ്? കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് നമ്മുടെ സെല്ലുകൾക്ക് ഉള്ളതുകൊണ്ടാണ്. ഇത് നമ്മുടെ എല്ലാ നോർമൽ സെൽസിനും ഉള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അൺകൺട്രോൾഡ് ഗ്രോത്ത് നടക്കുന്നില്ല. എന്താണ്, നമ്മുടെ നോർമലി സെല്ലുകള് ആവശ്യത്തിനുള്ള സെല്ലുകളെ മാത്രം ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകളെ ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിവിടെ നമ്മൾ ക്ലിയർ ആക്കി എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ക്യാൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്യാൻസർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? എന്താന്ന് നമ്മൾ പറഞ്ഞു. നോക്കൂ, എന്താണ്? ഡിസീസ് കോസ്ഡ് ബൈ അൺകൺട്രോൾഡ് ഡിവിഷൻ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ കൺട്രോൾഡ് ഡിവിഷനെ കുറിച്ചാണ്. അങ്ങനെ കൺട്രോൾഡ് ഡിവിഷൻ നടക്കാൻ കാരണം അവർക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ട്യൂമർ എന്ന് പറയാണ്. ട്യൂമർ എന്താ? ട്യൂമർ എന്ന് പറഞ്ഞാല്, ട്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴ എന്ന് പറയും അല്ലെ? മുഴ ഇവിടെ ഇങ്ങനെ ഇത് ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂമർ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണെന്നറിയാമോ? ട്യൂമർ എന്താണെന്നാണ് നോക്കുന്നത്. വി ഹാവ് 2 types. അതായത് സാധാരണ ഈ ട്യൂമറുകൾ അല്ലെങ്കിൽ മുഴകൾ എന്ന് പറയുന്ന 2 type ഓഫ് ട്യൂമേഴ്സ് ആണ് ബോഡിയിൽ ഫോം ചെയ്യാറുള്ളത്. ഒന്ന് ബിനൈൻ ട്യൂമർ, അടുത്തത് മാലിഗ്നന്റ് ട്യൂമർ. വി ഹാവ് ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ട്യൂമർ അല്ലെങ്കിൽ മുഴ എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ബിനൈൻ ട്യൂമറും ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമറും ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ ട്യൂമർ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കണേ, നമ്മൾ ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സെല്ല് വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ബോഡിയിലെ ഒരു സെല്ലാന്ന് വിചാരിക്കുക. ഇങ്ങനെ കുറെ സെല്ലുകൾ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതില് ഒരു സെല്ല് ഏതെങ്കിലും വഴി ഡാമേജ് ആയി എന്ന് വിചാരിക്കുക. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ല് ഡാമേജ് ആയി. അപ്പൊ ഡാമേജ് ആയപ്പോ ഇവിടെ ഒരു സ്പേസ് വന്നില്ലേ? ഈ സെല്ല് ശ്രദ്ധിക്കുക, ഈ സെല്ല് ഇവിടെ ഇരിക്കുന്ന ഈ സെല്ല് ഡിവൈഡ് ചെയ്യുക. ഇവൻ 1, 2, അതിൻ്റെ അകത്തുനിന്ന് 4, ഇങ്ങനെ 4, 8, 16, 32 എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു സെല്ല് ഇരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? ഈ സെല്ല്, അതിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ സെല്ല് എന്ത് ചെയ്തു? അവൻ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മോർ അൺകൺട്രോൾഡ് ഡിവിഷൻ വഴി മോർ സെല്ലുകൾ ഫോം ചെയ്തു. ഉണ്ടോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ട്യൂമർ പോലെ, ഒരു മുഴ പോലെ വന്നു. ഉണ്ടോ? ആ സെല്ലിരിക്കുന്ന സ്ഥലത്തല്ലേ, നോർമലി ഇങ്ങനെ ഇരിക്കുന്ന സെല്ലുകളല്ലേ, അവിടെ എന്ത് ചെയ്തു? പുതിയ കുറെ സെല്ലുകൾ വന്നപ്പോഴത്തേക്കും അതെന്തായി? അതൊരു മുഴയായിട്ട് മാറി, ട്യൂമറായിട്ട് മാറി. ഉണ്ടോ? ഇങ്ങനെയാണ് ട്യൂമർ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ട്യൂമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ നോർമൽ സെല്ലുകൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ സെല്ലിന് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുണ്ട്. ഈ 2 സെല്ലുകളല്ലേ, ഇവർക്കുള്ള ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് 2ഉം പിന്നെ 4ഉം 8ഉം 16ഉം 32ഉം ഒക്കെ ആയി മാറി ഒരു വലിയ, ആ സ്ഥലം ഒരു വലിയ
മുഴയായിട്ട് മാറിയത്. കണ്ടോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്യൂമർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ട്യൂമർ. സോ ട്യൂമർ ഉണ്ടോ? ട്യൂമർ. അപ്പൊ ട്യൂമർ എന്താണ്? മാസ് ഓഫ് സെൽസ് കോൾഡ് ട്യൂമർ അല്ലെ? ഒരു സെല്ല് ഇരിക്കേണ്ട, അതായത് ഒരു സെല്ലിന്റെ സ്ഥലത്ത് മോർ സെല്ലുകൾ ഫോം ചെയ്തു. സോ മാസ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്യൂമർ നമ്മൾ വിളിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ട്യൂമർ എത്ര തരത്തിലുണ്ടെന്നാ പറഞ്ഞത്? ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. രണ്ട് തരത്തില് ട്യൂമർ ഉണ്ടെന്നല്ല പറഞ്ഞത്. ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ബിനൈൻ ട്യൂമർ എന്താണെന്ന് അറിയാമോ? അതായത് ആ ഡിവിഷൻ നടന്ന എന്താണ്, ഒരു സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവിഷൻ നടക്കുന്നു, കുറെ സെല്ലുകൾ ഫോം ചെയ്യുന്നു. ആ ഡിവിഷൻ നടന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നിൽക്കുന്ന ട്യൂമറിനെ വിളിക്കുന്ന പേരാണ് ബിനൈൻ ട്യൂമർ. അത് മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവില്ല. ഓക്കെ, വളരെ സ്ലോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയ ഡാമേജ് മാത്രമായിരിക്കും നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കുക. നോക്കൂ, കൺഫൈൻഡ് ടു ഒറിജിനൽ ലൊക്കേഷൻ. അതായത് ട്യൂമർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ഒറിജിനൽ ലൊക്കേഷൻ. എന്താണ് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്? എന്താണ്, ആ ഒരു എവിടെയാണോ ഡിവിഷൻ നടന്നത് ആ സ്ഥലത്ത് മാത്രമായിരിക്കും എന്ത്, അത് നിലനിൽക്കുക, കാണപ്പെടുക. അതാണ് ഉണ്ടോ, ഇപ്പൊ ഇവിടെയാന്ന് വിചാരിക്കുക, ഉണ്ടോ, ഇവിടെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ട്യൂമർ കാണപ്പെടുന്നത്. ഉണ്ടോ? ഇതൊരു ബിനൈൻ ട്യൂമർ. ഡു നോട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. ബോഡിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് കോസ് ലിറ്റിൽ ഡാമേജ്. അപ്പൊ എന്താ, വളരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇതൊരു ട്യൂമർ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ എന്താ, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ അത് ആ ട്യൂമർ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും, സർജറി ചെയ്ത് കട്ട് ചെയ്തൊക്കെ കളയാൻ പറ്റും. അതാണ് ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പൊ ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണോ അൺകൺട്രോൾഡ് ഡിവിഷൻ നടന്ന് മാസ് ഓഫ് സെൽസ് ഫോം ചെയ്തത് അവിടെ മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ അവിടെ മാത്രം കാണപ്പെടുന്ന ട്യൂമറിനെ വിളിക്കുന്ന പേരാണ് ബിനൈൻ ട്യൂമർ. ഓക്കെ, സോ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ഒറിജിനൽ ലൊക്കേഷൻ, ഡു നോട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി, കോസ് ലിറ്റിൽ ഡാമേജ്. അപ്പൊ നമുക്ക് മാലിഗ്നന്റ് ട്യൂമർ എന്താന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ട്യൂമർ എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ മാലിഗ്നന്റ് ട്യൂമറിനെയാണ്. നോക്കിക്കേ, മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽസ് കോൾഡ് നിയോപ്ലാസം. നമ്മൾ ഇവിടെ ഒരു പുതിയ പേര് പഠിക്കാൻ പോവുകയാണ്. എന്താണ് നിയോപ്ലാസം? നിയോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽസ് കോൾഡ് നിയോപ്ലാസം. അതായത് നിയോപ്ലാസം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് നമ്മുടെ ബോഡിയിലെ നമുക്ക് ഇപ്പൊ ക്യാൻസർ എന്താണ്, മാലിഗ്നന്റ് ട്യൂമർ എന്താന്ന് നോക്കാം. ഇത് നമ്മുടെ ബോഡിയിലെ സെല്ലുകളാണ്. ഉണ്ടോ? ഇതിങ്ങനെ സെല്ലാന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ സെല്ലുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് സെല്ലുണ്ടായി വിചാരിക്കുക. ഇവിടെ ഈ ഒരു സെല്ല്, ഞാനിവിടെ ഇത് നോക്കൂ, ഈ ഒരു സെല്ലിന് ഒരു ചെറിയ ഡാമേജ് സംഭവിച്ചു. അതെന്താ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. കണ്ടാ, ഇവിടെ ഒരു സെല്ല് ബ്രേക്കായി, ഇവിടെയുള്ള സെല്ലിന് ചെറിയൊരു ഡാമേജ് സംഭവിച്ചു. ആ ഡാമേജ് സംഭവിച്ചിട്ട് ഈ സെല്ല് എന്ത് ചെയ്യുന്നറിയാമോ, മോർ ഡിവിഷൻ നടക്കുക. കണ്ടോ, ഇവനെന്ത് ചെയ്യാണ്, അൺകൺട്രോൾഡ് ആയിട്ട് ഡിവിഷൻ നടക്കുക, സെൽ ഡിവിഷൻ നടക്കുക അൺകൺട്രോൾഡ് ആയിട്ട്. കണ്ടോ? അപ്പൊ അവിടെ നമുക്ക് ആ ഒരു സെല്ല് ഇരുന്ന സ്ഥലത്ത് ഈ സെല്ലിന് ഡാമേജ് സംഭവിച്ചു. അവൻ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവിഷൻ നടത്തി. അതായത് അവന് കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ടു. അവൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവൻ എന്ത് ചെയ്തു, കണ്ടോ, തൊട്ടടുത്ത സെല്ലുകളുടെ അടുത്തേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് ഇവൻ തൊട്ടടുത്ത സെല്ലിനൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. കണ്ടോ? നോക്കൂ, അപ്പൊ ഇതെല്ലാം നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകളാണ്. വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നോർമൽ സെല്ലുകളാണ്. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് ഡാമേജ് സംഭവിച്ച അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഗ്രോത്ത് തുടങ്ങാൻ കാരണമായിട്ടുള്ള ഒരു സെല്ല. അവൻ എന്ത് ചെയ്തു, മോർ ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറി,
മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെല്ലായിട്ട് മാറിയില്ലേ? മാസ് ഓഫ് സെല്ല് അല്ലെ? പ്രോലിഫറേഷൻ എന്താ? വലുതായിക്കൊണ്ടിരിക്കുന്ന അല്ലെ? അപ്പം എന്താണ്? വലുതായിക്കൊണ്ടിരിക്കുന്ന സെല്ലായിട്ട് അവൻ മാറിയില്ലേ? സോ ദിസ് ഈസ് കോൾഡ് മാലിഗ്നന്റ് ട്യൂമർ. കണ്ടോ എന്ത് ചെയ്തു? ഇവിടെ എന്തായിരുന്നു? ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് അത് അവൻ അവിടെ സംഭവിച്ചത്. കണ്ടോ, ഇതൊരു ട്യൂമറായിട്ട് അവിടെ അത് മാറി. മറ്റുള്ള സെല്ലുകളെ അവൻ അറ്റാക്ക് ചെയ്തില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ നല്ല സെല്ലുകളെയും അവൻ അറ്റാക്ക് ചെയ്തു. കണ്ടോ, ഇത്രയും ഭാഗം അവൻ അറ്റാക്ക് ചെയ്തു. കണ്ടോ, ഇതൊരു മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെല്ലായിട്ട് മാറി, ട്യൂമറായിട്ട് മാറി. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള നല്ല സെല്ലുകളെയും കൂടി ഇവൻ ഉപദ്രവിച്ചിട്ട് അവൻ അവിടെ കയറി ഇരുന്നു. സോ ദിസ് ഈസ് കോൾഡ് നിയോപ്ലാസം. അങ്ങനെ ഉണ്ടാവുന്ന പുതിയ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് നിയോപ്ലാസം. മനസ്സിലായോ? അപ്പൊ മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽസ് ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയോപ്ലാസം. ഇനി അവരുടെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ സെൽസ് ഗ്രോ വെരി റാപ്പിഡ്ലി. ഇതിനേക്കാൾ വളരെ വേഗത്തിലാണ്, പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവൻ ഡിവിഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ സെൽസിന്റെ വളർച്ച നടക്കുന്നത്. സെൽസ് ഗ്രോ വെരി റാപ്പിഡ്ലി, ഇൻവൈഡിങ് ആൻഡ് ഡാമേജിങ് സറൗണ്ടിങ് നോർമൽ ടിഷ്യൂ. നോക്കിക്കേ അല്ലേ, എന്ത് ചെയ്തു ഇവൻ? കണ്ടോ, ഇങ്ങനെ ഇരുന്നവൻ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ അടുത്തടുത്തുള്ള സറൗണ്ടിങ്ങിലുള്ള നോർമൽ ടിഷ്യൂസിനെ അല്ലെങ്കിൽ നോർമൽ സെൽസിനെ വരെ അവൻ ആക്രമിച്ചുകൊണ്ടാണ് അവന്റെ റാപ്പിഡ് ഗ്രോത്ത് അവിടെ സംഭവിച്ചത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് മാലിഗ്നന്റ് ട്യൂമർ. ഇതാണ് മാലിഗ്നന്റ് ട്യൂമറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവൻ ഇവൻ ഇത്ര വേഗത്തിൽ ഡിവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവൻ അഡ്ജസന്റ് അല്ലെങ്കിൽ സറൗണ്ടിങ് ആയിട്ടുള്ള നോർമൽ സെൽസിനെ നശിപ്പിച്ചിട്ട് അവിടെ കയറിയിരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ഇത് ഒരു നോർമൽ സെല്ലാ വിചാരിക്കുക. ഞാൻ ഈ വൈറ്റിൽ വരച്ചിരിക്കുന്ന എല്ലാം നോർമൽ സെൽസ് ആണ്. ഇതെല്ലാം നോർമൽ സെല്ലാ. ഇവിടെ നമ്മുടെ ഇവനാണ് ഈ സെല്ലിനാണ് ഒരു ചെറിയ ഡാമേജ് സംഭവിച്ചു, മ്യൂട്ടേഷൻ സംഭവിച്ചു. ആ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്തു? ഈ സെല്ല് രണ്ടായിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടായി. ഉണ്ടോ? അപ്പൊ നോക്കിയേ, ഇത് ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന നല്ല സെല്ലല്ലേ? ഇത് പുതിയ ഡിവൈഡ് ചെയ്ത സെല്ലല്ലേ? ഇതും നല്ല സെല്ലല്ലേ? എന്ത് ചെയ്തു? ഈ നല്ല അല്ലെങ്കിൽ നോർമൽ സെല്ലിൽ നിന്നും ന്യൂട്രിയൻസിനേക്ക് ഇവൻ എടുക്കും. കാരണം ഈ സെല്ല് ഇവന് ഇനി ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവന് എനർജി വേണം, അല്ലെങ്കിൽ ഇവന് വളരണമെങ്കിൽ ആ സെല്ലിൽ അവന് ന്യൂട്രിയൻസ് വേണ്ടേ. അപ്പൊ അഡ്ജസന്റ് സെൽസിൽ നിന്നും ഇവൻ ന്യൂട്രിയൻസിനെയൊക്കെ വലിച്ചെടുക്കും. കണ്ടോ? എന്നിട്ടാണ് ഈ സെല്ലിന്റെ ഗ്രോത്ത് നടക്കുന്നത്. അങ്ങനെ ഗ്രോത്ത് നടന്നിട്ട് എന്ത് ചെയ്യും? ഇവൻ വീണ്ടും ഡിവൈഡ് ചെയ്യും. കണ്ടോ? വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്തു? അടുത്ത സെല്ലിന്റെ അടുത്തെത്തി അല്ലെ? അടുത്ത നോർമൽ സെല്ലിന്റെ അടുത്തെത്തി. ആ നോർമൽ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും? ന്യൂട്രിയൻസിനെ ഇവന് സ്വന്തമാക്കും. കണ്ടോ? നോർമൽ ഏറ്റവും നല്ല സെല്ലുകളിൽ നിന്നും ന്യൂട്രിയൻസിനെ ഇവൻ വലിച്ചെടുക്കും. അപ്പോ നമ്മൾ അവിടെ ഒരു പേര് പറയും, നോർമൽ സെൽസിനെ സ്റ്റാർവ് ചെയ്യുന്നു എന്ന്. എന്താ സ്റ്റാർവ് ചെയ്യുക? പട്ടിണിക്കിടുന്നു. അവന് ന്യൂട്രീഷൻ ഒന്നും കൊടുക്കാതെ നോർമൽ സെല്ലിലുള്ള ന്യൂട്രിയൻസിനെ എല്ലാം ഈ നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ സെല്ല് ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. അപ്പൊ എന്ത് ചെയ്തു? ഈ സെല്ല് നോർമൽ സെല്ലിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ എല്ലാം വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവൻ ഡാമേജ് ആയി പോവില്ലേ? ഇവൻ ഡെഡ് ആയി പോവില്ലേ? ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ഇവൻ കയറിയിരിക്കും. കണ്ടോ? ഇവൻ കയറിയിരുന്നു. അടുത്ത നോർമൽ സെല്ലല്ലേ? അടുത്ത നോർമൽ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും? ഇവൻ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ന്യൂട്രിയൻസിനെ എടുക്കും. കണ്ടോ? ഇതേപോലെ ന്യൂട്രിയൻസിനെ എടുക്കും. അതേപോലെ ന്യൂട്രിയൻസിനെ എടുത്തത് എന്ത് ചെയ്യും? ഈ സെല്ല് ഡാമേജ് ആയി പോവും, ഇവൻ ഡെഡ് ആയി പോവും. ആ സ്ഥാനത്ത് ഇവൻ കയറിയിരിക്കും. കണ്ടോ? അപ്പോ സറൗണ്ടിങ് ആയിട്ടുള്ള നോർമൽ സെൽസിൽ നിന്നും ന്യൂട്രിയൻസ് എല്ലാം എടുത്ത് അത്തരത്തിലുള്ള നോർമൽ സെല്ലുകളെ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ പട്ടിണിക്ക് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവൻ ആ സ്ഥലത്ത് ആ സെല്ലിനെ ഡാമേജ് ആക്കിയിട്ട് ഇവൻ ആ ഏരിയ കൈയെടുക്കും. കണ്ടോ? അപ്പൊ നോർമൽ സെല്ല് ഇരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ക്യാൻസർ സെല്ലുകൾ വന്നിരിക്കാൻ തുടങ്ങി.
ട്യൂമറുകൾ വന്നിരിക്കാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയാണ് ക്യാൻസർ സെല്ലുകൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? നോർമൽ സെല്ലുകളിൽ നിന്ന് ന്യൂട്രിയൻസിനെ എല്ലാം വലിച്ചെടുത്ത് ഇവന്റെ ഗ്രോത്ത് നടന്ന് ഇവൻ മിടുക്കനായതിനു ശേഷം ആ നോർമൽ സെല്ലിനെ ഡാമേജ് ആക്കിയിട്ട് അവൻ ഇരുന്ന സ്ഥലത്തേക്ക് ഡിവൈഡ് ചെയ്ത് ആ സ്ഥാനത്ത് ഇവൻ കയറിയിരിക്കും. കണ്ടോ? നോക്കൂ. സോ അപ്പോ ഉണ്ടോ, ഇതൊരു ട്യൂമറായിട്ട് മാറി. ഇതാണ് മാലിഗ്നന്റ് ട്യൂമറിന്റെ ഗ്രോത്ത് നടക്കുക എന്ന് പറയുന്നത്. ട്യൂമറായിട്ട് മാറി. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ. പക്ഷേ ഇതാണ് ബിനൈൻ. ഉണ്ടോ? അപ്പൊ ബിനൈൻ ട്യൂമർ ആ സ്ഥലത്ത് തന്നെ നിന്നു. തൊട്ടടുത്തവരെ ഒന്നും അവൻ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ മാലിഗ്നന്റ് എന്ത് ചെയ്തു? തൊട്ടടുത്തവരെ എല്ലാം ഉപദ്രവിച്ച് അവരിരിക്കേണ്ട സ്ഥലത്തെല്ലാം ഇവൻ കയറി ഇരുന്നിട്ട് അവൻ അവിടെ ഒരു വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മൾ മാലിഗ്നന്റ് ട്യൂമർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്യൂമറുകളെയാണ് നമ്മൾ ക്യാൻസർ സെല്ല് എന്ന് വിളിക്കുന്നത്. അവസാനം എന്ത് ചെയ്യുന്ന ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ സ്പ്രെഡ് ആവും. ഇവൻ ആ ഒരു സപ്പോസ് ഇത് നമ്മുടെ ഒരു ലങ്ങിലാണ് ഇത് സംഭവിച്ചെന്ന് വിചാരിക്കുക. ഈ ലങ്ങിൽ നിന്നും ലങ്സിലുള്ള സെല്ലിനെ എല്ലാം ഡാമേജ് ആക്കിയിട്ട് ഇവൻ ബ്ലഡ് സർക്കുലേഷനിലേക്ക് ചാടി അടുത്ത ഓർഗനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളെയൊക്കെ ഇവൻ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇവൻ സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര മനസ്സിലായി. അപ്പൊ മാലിഗ്നന്റ് ട്യൂമർ, അപ്പൊ നമ്മൾ ട്യൂമർ എന്താന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ട്യൂമർ എന്താണ്, ബിനൈൻ ട്യൂമർ എന്താണ്, മാലിഗ്നന്റ് ട്യൂമർ എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ക്യാൻസർ സെൽ. ഈ മാലിഗ്നന്റ് ട്യൂമറിന്റെ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലിന്റെ പ്രോപ്പർട്ടി എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ലെസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. എന്തായിരിക്കും? കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി യൂമാർക്ക് നഷ്ടപ്പെടും, അല്ലെ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവിഷൻ നടക്കുന്നത്. ലാക്ക് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ഇനി എന്തായിരിക്കും? പ്രസൻസ് ഓഫ് നിയോപ്ലാസ്റ്റിക് ഓർ ട്യൂമർ സെൽസ്. എന്ത് ചെയ്യും? ക്യാൻസർ സെല്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? നിയോപ്ലാസ്റ്റിക് ഓർ ട്യൂമർ സെല്ല്. ഒരു സെല്ല് വരുന്നു, രണ്ട് സെല്ല് വരുന്നു, വീണ്ടും 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 ക്യാൻസർ സെല്ലുകൾ വന്ന് ഭയങ്കരമായിട്ട് ഇൻവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ ട്യൂമർ ആയിട്ട് മാറുന്നു. അപ്പൊ നിയോപ്ലാസ്റ്റിക് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോലിഫറേറ്റിംഗ് സെല്ല്. ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന സെല്ലുകള്. അപ്പം ക്യാൻസർ സെല്ല് എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും? നിയോപ്ലാസ്റ്റിക് സെല്ലുകളായിരിക്കും, പ്രോലിഫറേഷൻ നടക്കുന്ന സെല്ലുകളായിരിക്കും. അതാണ്. അപ്പോൾ പ്രോലിഫറേറ്റിംഗ് അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വലിയ ഗ്രൂപ്പായിട്ട് വലിയ മാസ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽ എന്ന് വിളിക്കുന്നത്. അടുത്തത് മെറ്റാസ്റ്റാസിസ് ആണ്. നെക്സ്റ്റ് ഈസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. എന്താണെന്ന് അറിയാമോ? മെറ്റാസ്റ്റാസിസ്, the ability of the tumor cells to reach distant location through blood. അതായത് ഇതിന്റെ ശരിക്കും ഒരു സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഈ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതായത് സ്പ്രെഡിങ് ഓഫ് ദ ക്യാൻസർ സെല്ല്. അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവയവത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഓർഗനിൽ നിന്നും മറ്റു ഓർഗനിലേക്ക് സ്പ്രെഡ് ആവുന്നതിന് ആ ഒരു കണ്ടീഷൻ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ സ്പ്രെഡ് ആവാനുള്ള അവരുടെ എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. സപ്പോസ് ഇപ്പൊ നമ്മുടെ ഒരാൾക്ക് ലങ്ങില് ക്യാൻസർ വന്നു. ഇവിടെയാണ് ലങ്ങിലാണ് ക്യാൻസർ വന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ലങ്സിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ടാവുമല്ലോ. ഇവൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? ഈ ക്യാൻസർ ലങ്ങിലുള്ള എല്ലാ സെല്ലുകളെല്ലാം ഇവ ഡാമേജ് ആക്കും. അങ്ങനെ ഡാമേജ് ആക്കിയതിനു ശേഷം ഒരു മാസ് ഓഫ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ട്യൂമർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും അറിയാമോ? ഈ ബ്ലഡ് സർക്കുലേഷനിലേക്ക് ചാടും. കേട്ടോ, ലങ്ങിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് സർക്കുലേഷനിലേക്ക് ചാടും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് ചാടിയിട്ട് അങ്ങനെ പോയി ബ്ലഡിലൂടെ ഇവൻ ഓടി നടന്നിട്ട് ചിലപ്പോൾ അവൻ ചെന്നിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ എന്ത് ചെയ്തു? ലിവറിലേക്ക് ബാധിക്കാം. ഇത് ലങ്ങാണ്. ലങ്ങിലുള്ള പ്രോലിഫറേറ്റിംഗ് സെല്ലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ പ്രോലിഫറേറ്റിംഗ് സെല്ലിന്ന് ഇത് പ്രോലിഫറേറ്റിംഗ് സെല്ലാണ്. അപ്പൊ പ്രോലിഫറേറ്റിംഗ് ആ സെല്ല് എന്ത് ചെയ്തു? ബ്ലഡ് വെസലിലേക്ക് ചാടി. ഇങ്ങനെ ബ്ലഡ് വെസലിലേക്ക് ചാടി. അങ്ങനെ പോയി ഓടി നടന്ന് എന്ത് ചെയ്യും? ഒടുവിൽ ചിലപ്പോ ലിവറിലേക്ക് എത്തും. ലിവറിലേക്ക് നല്ല ഏത് ഓർഗനിലേക്കും എത്താം. അങ്ങനെ ലിവറിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യും? ലിവറിലുള്ള നല്ല സെല്ലിനെ ഇവൻ നശിപ്പിക്കും. അങ്ങനെ നല്ല സെല്ലിനെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? നല്ല സെല്ലിനെ നശിപ്പിച്ചിട്ട് ഇതേ ലങ്സിൽ ചെയ്ത അതേ പരിപാടി ഇവിടെയും ചെയ്യും. അപ്പോൾ ആ ലങ്ങിൽ ഉണ്ടായ ക്യാൻസർ എന്തിനേയും കൂടി ബാധിച്ചു, അല്ലെങ്കിൽ ആ മാലിഗ്നന്റ് ട്യൂമർ ആരെയും കൂടി ബാധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ
എന്താണ് ലിവറിനെയും കൂടി ബാധിച്ചു. അങ്ങനെ എന്താണ് മറ്റുള്ള ഏത് അവയവത്തിലേക്കും പോകാനുള്ള പോസിബിലിറ്റി ഇവന് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് നമ്മൾ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, 4 എന്നൊക്കെ പറഞ്ഞ് പല പല ഘട്ടങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ സ്റ്റേജ് 1 എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു നിയോപ്ലാസ്റ്റിക് സെല്ലൊക്കെ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോം ചെയ്തത് ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് ഒരു 3 ഒക്കെ ആവുന്ന സമയത്തായിരിക്കും ഇത് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കാണിക്കുന്നതും എന്താ ബ്ലഡിലേക്ക് സർക്കുലേഷനിലേക്ക് അത് എത്തപ്പെടുന്നതും മറ്റുള്ള ബോഡീസിനെ മറ്റുള്ള അവയവങ്ങളെ പോയി ബാധിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 4th സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റുള്ള പല അവയവങ്ങളെയും ബാധിക്കുകയും ആ ഓർഗൻസ് കൂടി ഡാമേജ് ആക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും 4th സ്റ്റേജിൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സെല്ലിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെയും അത് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയി പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്യാൻസർ സെല്ലിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലെസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, പ്രസൻസ് ഓഫ് നിയോപ്ലാസ്റ്റിക് സെല്ല് ആൻഡ് ഓൾസോ ദേ ഹാവ് മെറ്റാസ്റ്റാസിസ്. അവർക്ക് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ മെറ്റാസ്റ്റാസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസറിന്റെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഡ്രെഡഡ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് ഈ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ക്യാൻസർ സെല്ലിന്റെ പ്രത്യേകതകൾ. ദെൻ നെക്സ്റ്റ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർസിനോജൻസ് വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർസിനോജൻ എന്ന് പറയുന്നത്. കാർസിനോജൻ എന്ന് വെച്ചാൽ ദ ഏജൻസ് ദാറ്റ് കോസ് ക്യാൻസർ. ക്യാൻസറിന് കാരണമാകുന്ന ഏജൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർസിനോജൻസ് എന്ന് വിളിക്കും. ഇനി അത് ഏതൊക്കെയാണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്? സാധാരണ കാർസിനോജൻസ് എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത് ഫിസിക്കൽ ഏജൻസ്, കെമിക്കൽ ഏജൻസ്, ബയോളജിക്കൽ ഏജൻസ്. ഇതാണ് കാർസിനോജൻസിന്റെ എക്സാമ്പിൾ. ഫിസിക്കൽ ഏജൻസ് ഉണ്ടാവും, കെമിക്കൽ ഏജൻസ് ഉണ്ട്, ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്. ഫിസിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ, ഗാമാറേ, UV റേഡിയേഷൻസ് ഒക്കെയാണ്. റേഡിയേഷൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഫിസിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ. എക്സ്റേ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ, UV റേഡിയേഷൻ ഒക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഏജൻസ്, അതായത് നമ്മൾ എന്താ പറയുക, ടുബാക്കോയിൽ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പുക വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസസ്, ടുബാക്കോയിലുള്ള സബ്സ്റ്റൻസസ്, അതുപോലെ തന്നെ അതാണ് നമ്മൾ കെമിക്കൽ. അത് മാത്രമല്ല ഒരുപാട് നമ്മളിപ്പോൾ ചിലപ്പം ഈ ഫുഡ് ഹോട്ടലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആഹാര സാധനങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉണ്ടാവും, കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉണ്ടാവും. ഇതൊക്കെ എന്തായിരിക്കും? വളരെ കെമിക്കൽസ് ആയിരിക്കും. ഇവരൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്യാൻസർ സെല്ലുകളൊക്കെ ഉണ്ടാവാൻ അല്ലെങ്കിൽ ക്യാൻസർ ഒക്കെ ഉണ്ടാവാൻ കാരണമാവുന്നതാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കളൊന്നും പ്ലാസ്റ്റിക്കുകൾ ഒക്കെ ക്യാൻസറിനൊക്കെ കാരണമാവുന്നതാണ്. പ്ലാസ്റ്റിക് ഉരുവൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള നമ്മളിപ്പോൾ ചൂടായിട്ടുള്ള പ്ലാസ്റ്റിക്കിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിലേക്ക് നമ്മൾ ചൂടായിട്ടുള്ള എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉരുകാനും അതിൽ നിന്നും പലതരത്തിലുള്ള കെമിക്കലുകൾ ഫോം ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അടുത്ത ബയോളജിക്കൽ ഏജൻസ് ആണ്. ബയോളജിക്കൽ ഏജൻസ് എന്താണ്? വൈറസ്, ബാക്ടീരിയ പോലുള്ളവരൊക്കെ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ കോസസ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? 2-3 പോയിന്റ്സ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നതെന്ന് പറയാം. ഓങ്കോജെനിക് വൈറസസ് ആൻഡ് സെല്ലുലാർ ഓങ്കോജീൻസ്. ഓങ്കോജെനിക് വൈറസസ് ആൻഡ് സെല്ലുലാർ ഓങ്കോജീൻസ്. ഓങ്കോജെനിക് വൈറസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിംഗ് വൈറസസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ബയോളജിക്കൽ ഏജന്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ക്യാൻസറിന് കാരണമാവുന്ന വൈറസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓങ്കോജെനിക് വൈറസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു വൈറസ് ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ HIV കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ HIV വൈറസ് എങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സപ്പോസ് ഇതൊരു ഇതെന്റെ ഇത് ഒരാളുടെ സെല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരു വൈറസ് ആണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു വൈറസ് ഉണ്ട്. ഒരു വൈറസ് ഉണ്ട്. അപ്പോൾ ഈ വൈറസ് എന്ത് ചെയ്തു? ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ സെല്ലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്തരത്തിലുള്ള ആ വൈറസ് ഈ സെല്ലിന്റെ ആക്ടിവിറ്റീസിനെ നശിപ്പിക്കുക. നോർമൽ ആക്ടിവിറ്റീസിനെ നശിപ്പിച്ചിട്ട് അവന്റെ കോണ്ടാക്ട് ഇൻഹിബിഷനൊക്കെ നശിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള വൈറസ് അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുക. അങ്ങനെയുള്ള വൈറസിനെ വിളിക്കുന്ന പേരാണ് ഓങ്കോജെനിക് വൈറസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്തത് വൈറൽ ഓങ്കോജീൻസ്. വൈറൽ ഓങ്കോജീൻസ് എന്താണെന്നറിയാമോ? ദ ജീൻസ് പ്രസന്റ് ഇൻ ഓങ്കോജെനിക് വൈറസ്. അപ്പോൾ ഈ വൈറസ് ഈ ശരീരത്തിൽ ഈ സെല്ലിലേക്ക് കയറി ക്യാൻസർ സെല്ല് ഉണ്ടാക്കണമെങ്കിൽ ഈ വൈറസിന്റെ അകത്ത്
എന്താണ് ക്യാൻസറിന് കാരണമാവുന്ന ഒരു ജീൻ ഉണ്ടാവണം. അപ്പോൾ ഈ എന്താണ് വൈറസിന്റെ ബോഡിയിൽ ക്യാൻസറിന് കാരണമാവുന്ന ജീനിനെ വിളിക്കുന്ന പേരാണ് ഓങ്കോജനിക് വൈറസ്. ക്യാൻസർ കോസിംഗ് വൈറസസ് ആണ് ഓങ്കോജനിക്. വൈറൽ ഓങ്കോജീൻ എന്ന് പറഞ്ഞാൽ ദ ജീൻസ് പ്രസന്റ് ഇൻ ഓങ്കോജനിക് വൈറസ്. ഓക്കെ, ഓങ്കോജനിക് വൈറസിലുള്ള ജീനുകളെ അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാവുന്ന വൈറസിലുള്ള ജീനുകളെ വിളിക്കുന്ന പേരാണ് വൈറൽ ഓങ്കോജീൻസ്. അടുത്തത് എന്താണ്? സെല്ലുലാർ ഓങ്കോജീൻസ് അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻസ് അല്ലെങ്കിൽ സി ഓങ് എന്ന് വിളിക്കും. എന്താണ്? സെല്ലുലാർ ഓങ്കോജീൻസ്, പേരോർക്കുക, സെല്ലുലാർ ഓങ്കോജീന്, പ്രോട്ടോ ഓങ്കോജീന്, സി ഓങ്കോജീൻ, സി ഓങ്. അതെന്താണെന്നറിയാമോ? നോർമൽ ജീൻസ് ഇൻ ദ ബോഡി വിച്ച് മേ മ്യൂട്ടേറ്റഡ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ആൻഡ് ലീഡ്സ് ടു ക്യാൻസർ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ ബോഡിയിൽ സെല്ലുകൾ ഉണ്ടാവുമല്ലോ. ഇതൊരു സെല്ലാന്ന് വിചാരിക്കും, നമ്മുടെ ബോഡിയിലെ സെല്ലുകളാണ്. ആ സെല്ലിൻ്റെ അകത്ത് എന്തുണ്ട്? നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ഇവിടെ ഇങ്ങനെ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് നമുക്ക് DNA ഉണ്ടെന്ന് അറിയാലോ. DNA ഉണ്ട്. ഞാനിങ്ങനെ DNA ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ്. DNA ഉണ്ട്. ഈ DNA-ക്കകത്ത് എന്താ ഉള്ളത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ജീനുകൾ ഉണ്ടല്ലോ അല്ലെ. ആ ജീനുകളാണ് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ജീനുകൾ DNA-ലുണ്ട്. നമുക്കറിയാം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു DNA-ലുള്ള എല്ലാ ജീനുകളും ക്യാൻസർ ഉണ്ടാക്കത്തില്ല. ഓക്കെ, നമ്മുടെ ബോഡിയിലെ ചില പ്രത്യേക തരത്തിലുള്ള ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ മാത്രമാണ് അത് എന്താണ് ക്യാൻസറിന് കാരണമാവുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ, ആ സെല്ലുകൾ ഇത്രയും നമുക്ക് എന്താണ് 6.6 ലെങ്ത് നമുക്ക് DNA ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ജീനുകളുണ്ട് അല്ലെ, ക്രോമസോമുകളുണ്ട്. ക്രോമസോമിൽ നമുക്ക് ജീനുകളുണ്ട്. അപ്പോൾ ആ എന്താണ്, ആ എല്ലാ സെല്ലുകളും അല്ലെങ്കിൽ എല്ലാ ജീനുകളും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കില്ല. ചില ജീനുകൾ മാത്രമായിരിക്കും ക്യാൻസർ ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്ക് HbA എന്നൊക്കെ പറഞ്ഞ HbA1, HbA2 എന്നൊക്കെ പറഞ്ഞ എന്താണ് ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ HB എന്നുള്ള ജീൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവുന്ന ജീനുകളെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും അനീമിയ, അല്ലെങ്കിൽ എന്തായിരിക്കും എന്താണ് HBB എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തലസീമിയ പോലുള്ള അങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ എങ്ങനെയായിരിക്കും ക്യാൻസർ ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? മറ്റുള്ള ജീന്, അപ്പം നമ്മുടെ ബോഡിയിൽ ഇപ്പൊ എന്താ പറയുക, ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീൻ മാത്രമല്ല നമുക്ക് എന്താണ് ഉള്ളത്, ഒരുപാട് ജീനുകൾ ഉണ്ട്. അപ്പോൾ എന്താണ്, ചില ജീനുകൾക്ക് മാത്രം സംഭവിക്കുന്ന മ്യൂട്ടേഷൻ വഴിയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത്തരത്തിലുള്ള, ഇപ്പൊ നമ്മുടെ ബോഡി A എന്ന് പറഞ്ഞ ഒരാളുടെ ബോഡി, ഒരാളുടെ ബോഡിയിൽ എന്താണ് സെല്ലുണ്ട്. ആ സെല്ലിൽ കുറെ ജീനുണ്ട്. അതിലുള്ള നോർമലി ഉള്ള സെല്ലിലുള്ള എന്താണ് ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. അതെന്താ ചെയ്യാൻ പോവാണ്? അത് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ്, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചത് കൊണ്ട് ആ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അത്തരത്തിലുള്ള സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ ഓങ്കോജീൻസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള നോർമൽ സെല്ലുകളുണ്ട്. ഈ നോർമൽ സെല്ലിൽ എന്തുണ്ട്? DNA ഉണ്ട്, ജീനുകളുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ജീനുകളും എന്ത് ചെയ്യുന്നില്ല? ക്യാൻസറിന് കാരണമാവുന്നില്ല. പക്ഷെ ചില ജീനുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് കാരണമാവാം. അത്തരത്തിലുള്ള ജീനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെല്ലുലാർ ഓങ്കോജീൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ക്യാൻസർ ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് ക്യാൻസർ ഫോം ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്കാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്തായിരിക്കും? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം അല്ലെ, ചേഞ്ച് സംഭവിക്കും. നോക്കൂ, നമ്മളിവിടെ 3 ഏജൻസിന്റെ പേര് പറഞ്ഞു അല്ലെ, ഫിസിക്കൽ ഏജൻസ്, കെമിക്കൽ ഏജൻസ്, ബയോളജിക്കൽ ഏജൻസ്. സപ്പോസ് ഇതൊരു നോർമൽ സെല്ലാന്ന് വിചാരിക്കുക. നോർമൽ സെല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊരാളുടെ സെല്ലാണ്. വി ഹാവ് ന്യൂക്ലിയസ് ഹിയർ. ഇതിങ്ങനെ DNA ഉണ്ട്. അപ്പോ ഒരാൾക്ക് എക്സ് റേഡിയേഷൻ വന്നു, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഒരാളുടെ ശരീരത്തിലേക്ക്, ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കാരണമായി. എന്ത് ചെയ്യും? ചിലപ്പോ ആ റേഡിയേഷൻ എന്ന് പറയുന്നത്, ഒരു റേഡിയേഷൻ വന്നു, ആ റേഡിയേഷൻ വരികയും ആ റേഡിയേഷൻ ആ സെല്ലിനെ, ഒരു പർട്ടിക്കുലർ സെല്ലിനെ പെനട്രേറ്റ് ചെയ്ത്
ന്യൂക്ലിയസിനെ പെനട്രേറ്റ് ചെയ്ത് DNA എത്തുകയും DNA-ക്ക് മ്യൂട്ടേഷൻ സംഭവിക്കാൻ കാരണമാവും. അതിപ്പോ ഫിസിക്കൽ എന്താ റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കെമിക്കൽ ഏജൻസ് ആവാം. നമുക്ക് ടൊബാക്കോയിൽ അല്ലെങ്കിൽ പുകയിലേക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും കെമിക്കൽ ഏജന്റ് ആയിരിക്കും. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നവർക്ക് എന്തുണ്ട്, ഈ ടൊബാക്കോയിൽ ഇതുപോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ഫുഡിൽ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകൾക്കൊക്കെ ചിലപ്പോൾ എന്ത് കിട്ടും, ഇവന്മാരൊക്കെ അതിലുള്ള കെമിക്കലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിനുള്ളിലെ സെല്ലുകളിലേക്കും ദെൻ ന്യൂക്ലിയസിലും ദെൻ DNA-യിലേക്കും ഒക്കെ എത്താം. അങ്ങനെ എന്ത് സംഭവിക്കാം, നമ്മുടെ പർട്ടിക്കുലർ DNA-ക്ക് ഇവിടെ മ്യൂട്ടേഷൻ സംഭവിക്കാം. കണ്ടോ? അപ്പൊ ഇവിടെ ഇത് എവിടെയാണോ ജീൻ എവിടെയാണോ, അപ്പൊ എവിടെയാണ് ആ റേഡിയേഷൻ വന്ന് അഫക്ട് ചെയ്യുന്നത്, ആ ഭാഗത്തുള്ള ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കാം. അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ സെല്ലിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി മുഴുവൻ ഓൾട്ടർ ചെയ്യപ്പെടും അല്ലെ. അങ്ങനെ മുഴുവൻ ഓൾട്ടർ ചെയ്യപ്പെടുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഈ ഒരു സെല്ലിന് അവന്റെ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പൊ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, നോർമലി സെല്ല് എന്ത് ചെയ്യണം, നോർമലി സംഭവിക്കേണ്ടത് എന്താണ്, ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലായിട്ട് മാറി എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത സെല്ലിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതവിടെ ആ ഡിവിഷൻ സ്റ്റോപ്പ് ആവുകയല്ലേ ചെയ്യുന്നത് അല്ലെ, അതങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യും, ഇവന്റെ ആ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യും, പുതിയ സെല്ലുകൾ ഈ സെല്ലുകൾ ഡിവൈഡ് ചെയ്യും അല്ലെ, ഇങ്ങനെ 2 സെല്ല്. അപ്പൊ ഇത് ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ വഴി ഡിവൈഡ് ചെയ്ത പുതിയ സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ എന്തായിരിക്കും ചെയ്യുന്നത്, അവന് തൊട്ടടുത്തുള്ള നല്ല ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നോർമൽ സെല്ലിൽ നിന്ന് ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, അവൻ വീണ്ടും ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഇവൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ബേസിക്കലി എന്താണ് കാരണം, മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ഇനിയിപ്പോ ബയോളജിക്കൽ റീസൺ മൂലം വൈറസ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ഒരു വൈറസ് ആണ് ഒരു നോർമലി ഒരാളുടെ സെല്ലിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചതെന്ന് വിചാരിക്കുക. ആ വൈറസിന്റെ അകത്ത് എന്തായിരിക്കും ഉള്ളത്, ഓങ്കോജീൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, വൈറൽ ഓങ്കോജീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്ത് പറ്റും, ആ വൈറസിന്റെ അകത്തുള്ള ജീനുകൾ നമ്മുടെ ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് DNA-യിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. പിന്നീട് ആ ജീനായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സെല്ലിന്റെ ഡിവിഷനെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഡിവിഷൻ തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവന് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള പ്രോപ്പർട്ടി നഷ്ടപ്പെടും, മെറ്റാസ്റ്റാസിസ് കിട്ടും. ഇവൻ കുറച്ചുകൂടെ എന്തായിരിക്കും, മോർ നിയറസ്റ്റ് സെല്ലിനെ എല്ലാം സ്റ്റാർവ് ചെയ്ത് അങ്ങനെ ഒരു ട്യൂമറായിട്ട് പെട്ടെന്ന് ഫോം ചെയ്യും. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ക്യാൻസർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെല്ലിന് ഈ ഫിസിക്കൽ ഏജന്റ് മൂലമോ കെമിക്കൽ ഏജന്റ് മൂലമോ സെല്ലിന്റെ ഉള്ളിലുള്ള DNA-നെ ഡാമേജ് ആക്കിയും അത് മ്യൂട്ടേറ്റഡ് ആക്കിയും ആ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന മൂലം ആ നോർമൽ സെല്ലിന്റെ അവന്റെ നോർമൽ കപ്പാസിറ്റി നഷ്ടപ്പെട്ട് മോർ ഡേഞ്ചറസ് ആയിട്ടുള്ള സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞില്ലേ, എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെറ്റാസ്റ്റാസിസ് എന്നുള്ള പ്രോപ്പർട്ടി അപ്പൊ അവന് കിട്ടും. വലിയ ട്യൂമറായിട്ട് മാറാനുള്ള പ്രോപ്പർട്ടി അവന് കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ വി ഡിസ്കസ്ഡ് ഓങ്കോജനിക് വൈറസ് പറഞ്ഞു, സെല്ലുലർ ഓങ്കോജീൻ പറഞ്ഞു. സെല്ലുലർ ഓങ്കോജീൻ എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഇപ്പോ. ഓക്കെ, നെക്സ്റ്റ് ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ബോഡിയിലേക്ക് ക്യാൻസർ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൻ എവിടെയാണോ ഏത് ഓർഗനിലാണോ വന്നത് ആ ഓർഗനിലെ വളരെ സ്പീഡി ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് എന്തായിരിക്കും, നശിപ്പിച്ച് കളയായിരിക്കും ചെയ്യുക. ഇനി ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ ക്യാൻസർ ഡയഗ്നോസിസ് നടത്തുന്നത് നോക്കാം. ഒന്ന് ബയോപ്സി ആൻഡ് ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡീസ്. ആദ്യത്തേത് ബയോപ്സി ആൻഡ് ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡീസ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഡോക്ടർക്ക് ഒരു സംശയം തോന്നുവാണ്, ഇന്ന സ്ഥലത്ത് ക്യാൻസർ ഉണ്ടോ എന്നൊരു സംശയം തോന്നുവാണ്, എന്ത് ചെയ്യും, ആ ഓർഗന്റെ ഒരു കുഞ്ഞ് ടിഷ്യൂ എന്ത് ചെയ്യും, കട്ട് ചെയ്തെടുക്കും. ആ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും, ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡി, ആ സെല്ലിനെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് ആ സെല്ലിന്റെ ഡിവിഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ആ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് വളരെ മൈന്യൂട്ടായിട്ട് സ്റ്റഡി ചെയ്ത് അതിൽ ക്യാൻസർ സെൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ് ബയോപ്സി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബയോപ്സി ആൻഡ് ഹിസ്റ്റോപതോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോപ്സി എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ടിഷ്യൂവിന്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ക്യാൻസർ സെൽ ഉണ്ടോ കണ്ടുപിടിക്കുന്നതാണ് ഹിസ്റ്റോപതോളജിക്കൽ. മറ്റൊന്നാണ് എക്സ്റേ എന്ന് പറയുന്നത്. അടുത്തൊരു രീതിയാണ് എക്സ്റേ എന്ന് പറയുന്നത്. എക്സ്റേ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്റേ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് CT സ്കാനിങ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നാണ് CT സ്കാനിങ്ങിന്റെ പ്രത്യേകത.
ഈ CT സ്കാനിങ് വഴി നമ്മൾ ഇപ്പം എന്താണ് ഇപ്പൊ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനിലാണ് അല്ലെ ലങ്ങിനോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഓർഗനിന് ക്യാൻസർ ഉള്ളതായിട്ട് ഒരു ഡോക്ടർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ CT സ്കാൻ ചെയ്യും. അങ്ങനെ CT സ്കാൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ജനറേറ്റ്സ് ദ 3-dimensional ഇമേജ് ഓഫ് ദ ഇന്റേണൽ ബോഡി. നമ്മുടെ ഇന്റേണൽ ബോഡിയുടെ 3-dimensional ഇമേജ് ആയിരിക്കും കിട്ടുക. അതുവഴി നമുക്ക് ക്യാൻസർ സെല്ല് ഇതുപോലുള്ള ട്യൂമറുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തതാണ് MRI സ്കാനിങ്. MRI സ്കാനിങ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു സ്കാനിങ്ങിൽ നമ്മളെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താണ് മാഗ്നറ്റിക് ഫീൽഡിലൂടെയും അതുപോലെ തന്നെ നോൺ അയോണൈസിങ് റേഡിയേഷനിലൂടെയും നമ്മളെ കടത്തി വിട്ടിട്ട് നമ്മുടെ ബോഡിയുടെ പത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ്. യൂസിങ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നോൺ അയോണൈസിങ് റേഡിയേഷൻ ക്യാൻ ഡിറ്റക്ട് ദ പാത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. അപ്പൊ നമ്മളെ ഈ സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ ഏത് ഭാഗത്താണോ നമുക്ക് സംശയം തോന്നുന്നത് അതിലൂടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെയും നോൺ അയോണൈസിങ് റേഡിയേഷനിലൂടെയും കടത്തിവിടുകയും എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ആ ഓർഗനിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പൊ എന്താ പറയുക, ഫിസിയോളജിക്കൽ അതുപോലെ ട്യൂമർ ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്താണ് പാത്തോളജിക്കൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് MRI സ്കാനിങ്. അടുത്താണ് ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആന്റിജൻസ്. അതായത് എന്താണ് മറ്റൊരു മെത്തേഡാണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആന്റിജൻസ്. അതായത് ചില സമയത്ത് ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ക്യാൻസറിന്റെ ആന്റിജൻസ് ഏതെങ്കിലും ചില ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാര് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ആന്റിജനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി നമ്മുടെ ബോഡി ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ആന്റിബോഡി നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആണോ എന്ന് നോക്കും. അങ്ങനെ ചില പർട്ടിക്കുലർ ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആ ഇന്ന ആന്റിജനെ നശിപ്പിച്ച് കളയാനാണ് ഈ ആന്റിബോഡി ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ബോഡിയിൽ ചില ഇമ്മ്യൂണോഗ്ലോബുലിൻസിന്റെ അല്ലെങ്കിൽ ആന്റിബോഡീസിന്റെ പ്രസൻസ് ഉണ്ടോ നമ്മൾ കണ്ടെത്തുകയും അതുവഴി ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത ടെക്നിക്സ് ഇൻ മോളിക്കുലർ ബയോളജി. മോളിക്കുലർ ബയോളജി ഉപയോഗിച്ച് നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ചില ക്യാൻസറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഹെറിറ്റഡ് ആണ്, അതായത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇപ്പം ഒരാൾക്ക് ഒരു ഫാമിലിയിൽ ഫാദറിന് ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ജനറേഷനിൽ വരുന്ന ഒരാൾക്ക് ഈ ക്യാൻസർ വരുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ ജീനുകൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജീനുകൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ക്യാൻ ഡിറ്റക്ട് ജീൻസ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻഹെറിറ്റഡ് സസെപ്റ്റബിലിറ്റി ടു സം ക്യാൻസർ. ചില ക്യാൻസറുകളൊക്കെ നമുക്ക് അങ്ങനെ ജീനുകൾക്ക് മോളിക്കുലർ ബയോളജിക്കൽ സ്റ്റഡീസ് വഴി അല്ലെങ്കിൽ ജനറ്റിക് ലെവലിലുള്ള സ്റ്റഡീസ് വഴി നമുക്ക് ക്യാൻസർ കണ്ടെത്താൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ബയോപ്സി ആൻഡ് ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡീസ്, എക്സ്റേ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, MRI, ആന്റിബോഡീസ്, ദെൻ മോളിക്കുലർ ബയോളജിക്കൽ ടെക്നിക്സ്. ഇനി അടുത്തത് നമ്മൾ ലാസ്റ്റ് ഭാഗം ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. നമ്മൾ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് സർജറി. സർജറി നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ മുറിച്ചു മാറ്റുക, അല്ലെ? ചിലപ്പോൾ ചില കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ക്യാൻസർ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ചെറിയ ശരീരത്തിലെ ഫിസിയോളജിക്കൽ ചേഞ്ചസും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്ക് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ള ടെക്നിക്കുകൾ വഴി നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാനും കൺഫേം ചെയ്യാനും, ഇനി വളരെ ചെറിയ കുഞ്ഞു ട്യൂമർ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ചിലപ്പോൾ ആ ഓർഗന്റെ ആ ഒരു ട്യൂമർ മാത്രം അല്ലെങ്കിൽ ആ ബാധിച്ചിരിക്കുന്ന ഭാഗം മാത്രം നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരു ലങ് ക്യാൻസർ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ട്യൂമർ ബാധിച്ചിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ക്യാൻസർ ഉണ്ടാവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സർജറി ചെയ്യുന്നു. ഇപ്പൊ ചിലപ്പം ഫീമെയിൽസിലൊക്കെ നമുക്കിപ്പോൾ ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസർ ഒക്കെ ചിലപ്പം ഇങ്ങനെയൊക്കെ ആദ്യത്തെ കേസിലൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ സർജറി വഴി അത് നീക്കം ചെയ്യുന്ന വഴി നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം പടരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സർജറി വഴി അല്ലെങ്കിൽ ആ രോഗം ബാധിച്ച അവയവം
ശരീരത്തിന്റെ ഒരു കുഞ്ഞു ഭാഗമോ അല്ലെങ്കിൽ അവയവം പൂർണ്ണമായിട്ടോ നമ്മൾ മുറിച്ചു മാറ്റുന്ന വഴി നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അടുത്താണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. കീമോതെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കെമിക്കലുകൾ അല്ലെങ്കിൽ ചില ഡ്രഗ്സ്, ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചില ഡ്രഗ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ക്യാൻസർ സെല്ലുകളെ നമുക്ക് നശിപ്പിച്ച് കളയാൻ സാധിക്കും. അങ്ങനെ ഡ്രഗുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കെമിക്കൽസ് അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് കീമോതെറാപ്പി പറയുക. അടുത്താണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ റേഡിയേഷൻ എന്ന് വെച്ചാൽ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് റേഡിയേഷൻ. അതായത് ഒരാളുടെ ശരീരത്തിലേക്ക് ക്യാൻസർ സെല്ലുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നു, നമുക്ക് എന്താണ് അയാളെ നമുക്ക് രക്ഷിക്കണം, അപ്പോൾ ഇനി നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇത് പറ്റും, നമ്മൾ ഹൈ റേഡിയേഷൻസ് കൊണ്ട് വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻസ് ഉപയോഗിച്ച് ഈ വലുതായി കൊണ്ടിരിക്കുന്ന ഈ സെല്ലുകളെ നമ്മൾ കരിച്ചു കളയുന്ന മാർഗത്തിന് വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ഈ ട്യൂമറിനെ നമ്മൾ റേഡിയേഷൻ കൊണ്ട് നമ്മൾ കത്തിച്ച് കളയുന്ന മാർഗമാണ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ഈ കീമോതെറാപ്പിയും റേഡിയേഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില സൈഡ് ഇഫക്റ്റുകൾ അതിനുണ്ടാവും. സൈഡ് ഇഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, മുടി കൊഴിയലുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് അനീമിയ വരാനുള്ള സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ശരീരമൊക്കെ പെട്ടെന്ന് മെലിയാനുള്ള സാധ്യതകളുണ്ട്, ശരീരത്തിന്റെ നിറമൊക്കെ നമുക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിനൊപ്പം ഇത് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ചില സൈഡ് ഇഫക്റ്റുകളൊക്കെ നമുക്ക് ബോഡിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അടുത്താണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും. ഇമ്മ്യൂണോതെറാപ്പി എന്ന് വെച്ചാൽ ദ പേഷ്യൻസ് ആർ ഗിവൻ സബ്സ്റ്റൻസസ് കോൾഡ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് ലൈക്ക് ആൽഫ ഇന്റർഫെറോൺ. അതായത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ആൽഫ ഇന്റർഫെറോൺ എന്ന് പറയുന്ന തരത്തിലുള്ള ചില സബ്സ്റ്റൻസസ് നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കും. അതെന്താണ് ഈ ആൽഫ ഇന്റർഫെറോൺ? ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ആണ് ആൽഫ ഇന്റർഫെറോൺ. അപ്പൊ അവന്റെ ജോലി എന്താണെന്ന് പറയുമ്പോൾ ഹി ക്യാൻ ആക്ടിവേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്സ് ഇൻ ഡിസ്ട്രോയിങ് ട്യൂമർ. അപ്പോൾ ഇങ്ങനെ ഈ ആൽഫ ഇന്റർഫെറോൺ പോലുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മോഡിഫൈസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവൻ ചെന്നിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യും. ആ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഈ ട്യൂമറുകളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തത് എന്താണ്, നമ്മുടെ ലോകത്തിൽ തന്നെ ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാവുന്ന ക്യാൻസർ എന്നുള്ള അസുഖത്തെക്കുറിച്ച്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ക്യാൻസർ ഏതൊക്കെയാണ്, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.